ഹായ് ഓൾ, ഇന്ന് പുതിയൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സ്വിസ് റോൾ അഥവാ ജാം റോൾ. ഫസ്റ്റ് ഒരു 1/4 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് മതിയേ. പിന്നെ ഒരു 6 ടീസ്പൂൺ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണവേ. അതിനകത്ത് ലംസ് ഒന്നും പാടില്ല. അപ്പം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഒരു ഡ്രൈ ബൗളിനകത്തോട്ട് 3 മുട്ടയുടെ വെള്ള പോർഷൻ മാത്രം എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്കും ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ആദ്യം ഒരു ഫസ്റ്റ് 1 മിനിറ്റ് നമ്മൾ ബീറ്റ് ചെയ്യുക. അപ്പം ബീറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് കണ്ട് ഈ കാണുന്ന പോലെ അതൊന്ന് ഫ്രോത്തൊക്കെ ഫോർമേഷൻ ചെയ്തെല്ലാം വരുവേ. അപ്പം പറഞ്ഞല്ലോ, ആ 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ വീണ്ടും 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. പിന്നെ അതും അങ്ങ് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ എടുത്ത മുട്ടയുണ്ടല്ലോ, ആ മുട്ടയുടെ തന്നെ ആ മഞ്ഞക്കരി എടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വാനില എസൻസും ചേർക്കുക. അപ്പോൾ ആ ഒരു മുട്ടയുടെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് പോകും. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ബീറ്റ് ചെയ്ത് വെച്ച മിക്സറിലെ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ആദ്യം തന്നെ ഫ്ലോറെല്ലാം സെറ്റാക്കിയില്ലേ, ആ ഫ്ലോറിൻ്റെ ഹാഫ് പോർഷൻ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം, അതിനകത്ത് ലം ഫോർമേഷനോ തരിയായിട്ടോ കട്ടയായിട്ടോ ഒന്നും കിടക്കാൻ പാടില്ല. പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതും എടുത്തിട്ട് നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുക. ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. മിക്സ് ചെയ്താൽ ആ ഒരു കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചറും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് തന്നെ വേണം അത് മിക്സ് ചെയ്യേണ്ടത്. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് കൊടുക്കണം, ആ മാറ്റി വെച്ചിരുന്ന ഫ്ലോർ ഉണ്ടല്ലോ, ആ സെക്കൻഡ് ഫ്ലോറും ആ പോർഷനും ഇതിനകത്ത് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം, ലാസ്റ്റായിട്ട് വീണ്ടും ആ റിമൈനിങ് ആയിട്ടുള്ള കുറച്ച് ബാറ്റർ ഉണ്ടായിരുന്നല്ലോ, ബാറ്ററല്ല മാറ്റി വെച്ചിരുന്ന ആ ഒരു എഗ്ഗിൻ്റെ പോർഷൻ, അതുകൂടെ വീണ്ടും മിക്സ് ചെയ്യുക നന്നായിട്ട്. അതിനുശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത ടിന്നെടുക്കുക, അതിലേക്ക് നമ്മുടെ ഈ മിക്സർ അഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടെല്ലാം ഈവനായിട്ടെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ്സേക്ക് ബേക്ക് ചെയ്യുക. അപ്പം ബേക്കെല്ലാം ചെയ്തെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നല്ല തിൻ ലെയറായിട്ട് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ജാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂബെറിയാണ് എടുത്തത്. 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇച്ചിരി മധുരമൊക്കെ ഉള്ള ടൈപ്പായിരുന്നു. നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഒരു ഫ്രൈങ് പാനിലോട്ടിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ബോയിൽ ചെയ്യുക. പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് അപ്പോഴത്തേക്ക് ആ ബ്ലൂബെറി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര വീണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ലൈം ജ്യൂസ് ചേർത്തായിരുന്നേ. അത് കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ടൈമിലാണ് നമ്മുടെ ബ്ലൂബെറിക്കകത്ത് പെക്റ്റിൻ എല്ലാം റിലീസ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ജാമിന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയും എല്ലാം കൊടുക്കാനായിട്ട് ജെൽ ഫോർമേഷന് സഹായിക്കും. ഈ സമയപ്പോഴേ നമ്മുടെ ബേസ് എല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളതെല്ലാം എടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ജാമും എല്ലാം നന്നായിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തു. അടുത്തതായിട്ട് ജാമിനൊപ്പം കുറച്ച് ക്രീം കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഡബിൾ ക്രീം എടുക്കുക, നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 1 മിനിറ്റൊക്കെ ബീറ്റായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ 2 ടീസ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ചേർത്തത്. പിന്നെ ഒരു 5 മിനിറ്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നല്ല ഫ്രഷ് ക്രീം, നല്ല കൺസിസ്റ്റൻസിയോട് കൂടി നമുക്ക് ആ ക്രീം കിട്ടും. ആ ക്രീം പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈവനായിട്ട് എല്ലായിടും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടപ്പോഴേ മോള് വന്നിട്ട് പറഞ്ഞു അവൾക്കും സ്പ്രെഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് മാറിയും തിരിഞ്ഞും ഇത് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആ ഫ്രഷ് ക്രീം എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചെല്ലാം ഈ സ്പാറ്റുല വെച്ചിട്ട് ജസ്റ്റ് അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിതൊന്ന് റോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചത് ഡിഫിക്കൽട്ടായിട്ട് വരും. അതുകൊണ്ടാണ് ജസ്റ്റ് അതെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നത് എക്സസ് ആയിട്ടുള്ളത്. എൻ്റെ ഈ സ്പാറ്റിലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്പാറ്റിലായിട്ട് ഈ മിക്സിയുടെ ഈ ഒരു നൈഫിനെയാണ് യൂസ് ചെയ്തത്. അപ്പം ക്രീമെല്ലാം ഈവനായിട്ടെല്ലാം നമ്മൾ സ്പ്രെഡാക്കിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നാണ് അടുത്തതായിട്ട് നമ്മളത് റോൾ ചെയ്തെടുക്കുന്നത്. റോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ക്രീം ജസ്റ്റ് വീണ്ടും എക്സസൈസ് വരുന്നുണ്ട് കേട്ടോ. എങ്കിൽ കൂടി നല്ല നൈസായിട്ട് അത് റോൾ ചെയ്തെടുക്കാൻ പറ്റിയായിരുന്നേ. എല്ലാം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത് വീണ്ടും ആ ഗ്രീസ് പേപ്പർ ഞാനൊന്ന് മാറ്റി ഒരു പുതിയ ഒരെണ്ണം എടുത്ത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് സെറ്റാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എബൌട്ട് ഒരു 1/2 hour ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. അത് കഴിഞ്ഞ് സെറ്റായിട്ട് എടുക്കുകയാണ്.
എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ദൈവമേ സെറ്റായി കാണുന്നേന്നായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല സൂപ്പറായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം സെറ്റായി കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിൽ പിന്നെ എന്താ, ഇനിയും കുറച്ച് ഡെക്കറേഷൻ എന്തായാലും വേണം. അപ്പം പിന്നെ ഞങ്ങളത് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുകയാണ്. പിന്നെ അതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം ഭയങ്കര സോഫ്റ്റ് ആണ് ഈ സംഭവം. അപ്പം നമുക്ക് മനസ്സിന് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ചെയ്തതും കറക്റ്റായിട്ടെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം എന്താ രസം, നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ തിന്നിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത്. ഈ സ്വിസ് റോളിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കും ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് മേ ബി ഒരു സ്വിറ്റ്സർലൻഡോ വല്ലതും ആയിരിക്കും. പക്ഷെ അല്ല കേട്ടോ. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സെൻട്രൽ യൂറോപ്പാണ്. മെയിൻലി ഓസ്ട്രിയയിലാണ് ഇതിൻ്റെ ഒറിജിൻ. നമ്മളിതിനെ ജാം റോൾ എന്നൊക്കെ വിളിക്കുമെങ്കിലും ഇതിന് വേറെ 2 പേരും കൂടെ ഉണ്ട് കേട്ടോ. ജെല്ലി റോൾ ഓർ റോൾ കേക്ക് എന്നും ഇതിനെ വിളിക്കും. ഏകദേശം ഒരു 19th സെഞ്ച്വറിയിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തോന്നിയത് എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്താലോ. പക്ഷെ ആദ്യം ഞാൻ കരുതിയത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും എന്നൊക്കെ. പക്ഷെ ചെയ്ത് വന്നപ്പോഴാണ് മനസ്സിലായത് ഇല്ല, അത്ര പണിയൊന്നുമില്ല, നമുക്കത് സിമ്പിളായിട്ടെല്ലാം ചെയ്തെടുക്കാം, ചെയ്യാനുള്ള ഒരു മനസ്സ് മതി. പക്ഷെ ചെയ്തെല്ലാം കഴിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയത്തില്ലേ, നല്ല ടേസ്റ്റിയും നല്ലൊരു ഫ്ലേവറും എല്ലാമാണ്. വീട്ടിലെല്ലാവർക്കും സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഉണ്ടാക്കി വെച്ച് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത്